നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമൊക്കെ ഇപ്പൊ ഭയങ്കര ഹൈപ്പിൽ പോവുകയാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അടർത്തി അടർത്തി എടുത്തിട്ടാണ് മാധ്യമങ്ങളിൽ മുഴുവനും സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ കരിമണൽ കർത്തയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയും അദ്ദേഹം വളരെ നിസ്സാരമായിട്ടൊക്കെ പറയുന്ന രീതിയിലാണ് തോന്നിയത്. അതെന്തുകൊണ്ടാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നറേഷൻ കൊടുക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വി ഡി സതീശന് വളരെ തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ കരിമണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്വേഷണം നടക്കട്ടെ, പറ്റില്ലെന്ന് പറയാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റുമെന്നാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റുമെന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല പുള്ളിയോട് ചോദ്യം ചോദിച്ചത് പുള്ളിയുടെ രാഷ്ട്രീയമായ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ്. കാരണം പുള്ളി മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പുള്ളി ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ അഭിപ്രായം അറിയാനാണ് ചോദിച്ചത്. പുള്ളി പക്ഷെ അതിൽ നിന്ന് നൈസായിട്ട് സ്കിപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ പുള്ളി മേടിച്ചതായിട്ടും ഈ പട്ടികയിലുണ്ട്. സത്യത്തിൽ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാത്തവർ വളരെ വിരളായിരിക്കില്ലേ സർ? ഫണ്ട് വാങ്ങാത്തവരാകെ ഞാനൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം പുള്ളി തരാത്തതുകൊണ്ട്. ബാക്കി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമ ഹൗസുകളൊക്കെ തന്നെ 16 കോടി രൂപയിലധികം മേടിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ മേടിച്ചിട്ടുണ്ട്, പള്ളികൾ മേടിച്ചിട്ടുണ്ട്, മതസ്ഥാപനങ്ങൾ മേടിച്ചിട്ടുണ്ട്, മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ മേടിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളി അടക്കം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി വളരെ നിർലോഭമായി എല്ലാവരെയും തന്നെ അവരവരുടെ ഗ്രേഡിനനുസരിച്ച് സഹായിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിൽ പെടുന്ന പ്രശ്നം എവിടെയെന്ന് അറിയാമോ? ഇതിൽ പെടുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണം മേടിച്ചതിൻ്റെ പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മീഡിയ ഒന്നും മിണ്ടുന്നേയില്ല, വായനക്കുന്നേയില്ല. വീണ വിജയനെതിരെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ഒരു 182 കോടി രൂപയുടെ കാര്യമാണ്. അതായത് ഇവരുടെ ഒരു റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഇവർ അനാവശ്യമായിട്ട് ചെലവുകൾ ഉയർത്തി കാണിച്ചു എന്നുള്ളതാണ് ഇതിലെ കേസ്. അതിലൊരു 130 കോടി രൂപ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. 70 കോടി രൂപക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇവർ സമ്മതിച്ചു. എന്നിട്ട് അതിന് ടാക്സ് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ അനാവശ്യമായി ചെലവുകൾ ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? അതിൽ മണി ലോണ്ടറിങ് വേണം. അതായത് ഇല്ലീഗലായിട്ടുള്ള മണി ലോണ്ടറിങ് വേണം. യഥാർത്ഥത്തിൽ വീണയുടെ കേസിൽ പോലും അത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണൊക്കെ തന്നെ. പക്ഷേ ഇതിൽ ബാക്കിയുള്ളവരൊക്കെ മേടിച്ചേക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയാം, ആരും പറയാത്തൊരു കാര്യം, 40 കോടി രൂപ ഇവർക്ക് പണമായി കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. ആ 40 കോടി രൂപ പണമായി കിട്ടിയത് വരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായി? അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ കമ്പനി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതായത് 35% ഷെയർ ഇപ്പോഴും കരിമണൽ കർത്തക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ഷെയറുകളിൽ 13.4% കേരള ഗവൺമെന്റ് ഷെയറാണ്. KSIDC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അതിന്റെ ഷെയറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരുമാനം കിട്ടിയ കാശ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ടർ ബോർഡിനെയും ബാക്കിയുള്ളവരെയൊക്കെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, പക്ഷെ ഷെയർ എടുത്ത് എല്ലാവരെയും പറ്റിക്കുന്നതിന് തുല്യമാണ്. അത് ഒന്നാമത്തെ വലിയ കേസാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഈ 40 കോടി രൂപ പണമായി ഈ നേതാക്കൾക്കൊക്കെ നൽകി എന്നാണ് പറയുന്നത്. അതിന്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ടൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിന്റെ കാര്യം വെച്ചാൽ 19,999 രൂപ 99 പൈസ വരെ നിങ്ങൾക്ക് വെറുതെ ഒരാളുടെ നിന്ന് പണമായിട്ട് മേടിക്കാം. 19,900 എന്ന് പറഞ്ഞാൽ 20,000 രൂപയിൽ 1 രൂപ താഴെ അല്ലെങ്കിൽ 1 പൈസ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ഇതായിട്ട് മേടിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുക. പക്ഷെ 20,000 രൂപ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അക്കൗണ്ടിലൂടെ മേടിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് അക്കൗണ്ടിലൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ പറയുന്നത്, ഇപ്പൊ ഇതിൽ രമേശ് ചെന്നിത്തലയും നമ്മുടെ RCയും നമ്മുടെ KK നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ ഈ പണം മേടിച്ചു എന്നവർ സമ്മതിച്ചു. അപ്പൊ മേടിച്ചു എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ ഈ പണം എങ്ങനെ മേടിച്ചു, ഏത് അക്കൗണ്ടിലൂടെ മേടിച്ചു എന്ന് പറയുന്ന വലിയ ചോദ്യം. എനിക്ക് 100% അല്ലെങ്കിൽ 99.9% ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയും, ഈ പണം ഒരു കാരണവശാലും ഇത് അക്കൗണ്ടുകളിലൂടെ എല്ലാം മേടിച്ചേക്കുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ 40 കോടി രൂപ കയ്യിൽ ഞങ്ങൾക്ക് ക്യാഷായി കിട്ടി, അത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് മൊഴി കൊടുത്തേക്കണം. അപ്പൊ ആ മൊഴി എന്ന് പറഞ്ഞാൽ അതുമേ കയറി ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചിട്ടില്ല, പിടിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ തൽക്കാലം അവർ എന്ത് ചെയ്യും, വീണ വിജയനെയും മറ്റേ ഇതിനെയൊക്കെ പുറകെ കിടക്കും. കാരണം 2,50,00,000 രൂപയുടെ കാര്യമുള്ളൂ വീണ വിജയന്റെ കേസിൽ, അത് പുറകെ കിടക്കും. പക്ഷെ ഈ ബാക്കിയുള്ളവരുടെയും പുറകെ നടക്കാതിരിക്കാൻ പറ്റൂല.
അപ്പോൾ അത് വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ കയ്യിലേക്കും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കും പിന്നെ ഒരു പക്ഷേ കുറച്ചൊക്കെ വൈകിട്ടാണെങ്കിലും തൊട്ടടുത്തുള്ള വി ഡി സതീശൻ്റെ പറവൂരിലെ വീട്ടിലേക്കും പിന്നെ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്കും ഒക്കെ ചെല്ലും. അപ്പം അതുകൊണ്ട് അതൊക്കെ ചോദ്യമായി വരുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും പഠിക്കുകയോ വായിക്കുകയോ ഒന്നുമില്ല. വെറുതെ ആ മഴയത്തും വെയിലത്തും നിന്ന് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളൊക്കെ ചോദിക്കാതെ വിടും. അതുകൊണ്ട് പുള്ളിക്ക് എന്ത് ചെയ്യാം, പൂക്കിയാകാം. മനസ്സിലായി? കണ്ണടയൊക്കെ എടുത്ത് ചിരിച്ചിട്ട് എന്ത് ചെയ്യാം, പൂക്കിയാകാം, ചിലപ്പോൾ കോക്കിയാകാം. പിന്നെ മാധ്യമങ്ങളൊക്കെ ഇപ്പം എടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പണ്ട് ഡൽഹിയിലെ ഗോദി മീഡിയയൊക്കെ എടുക്കുന്ന അതേ സമീപനം തന്നെയാണ്. കാരണം വെച്ചാൽ വി ഡി സതീശനെ വിഷമിപ്പിക്കാൻ അവർക്ക് അതിന് താല്പര്യമില്ല. പുള്ളി വെറുതെ സങ്കടപ്പെടില്ല എന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയൊക്കെയാണ് എന്നാലും നമ്മൾ വെറുതെ ചോദ്യമൊക്കെ ചോദിച്ച് പുള്ളിനെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ല. പുള്ളി പാവം എന്നുള്ള കണ്ടീഷനിലാണ് മിസ്റ്റർ മനോരമയും അതുപോലെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കുടുംബാംഗങ്ങളും പിന്നെ കൂട്ടത്തിൽ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വണ്ണമൊക്കെ ഇരിക്കുന്നത്. നാണിച്ചാണ് എന്തെങ്കിലും വിമർശനമൊക്കെ തന്നെ പറയുന്നത്. ദാവീദ് സാഹിബൊക്കെ വിമർശനം പറയുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം വെച്ചാൽ കട്ടൻ്റെ പുറകിൽ നിന്നിട്ട് നമ്മൾ പണ്ട് മറ്റേ പെണ്ണ് കാണാനൊക്കെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കൂല ചെക്കൻ. ഇപ്പം അങ്ങനെ പെണ്ണുങ്ങളൊന്നും നോക്കാറില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഓടിക്കളയുക അല്ലെങ്കിൽ ജനലിലൂടെ നോക്കുക എന്നൊക്കെ. നേരെ നേരെ നോക്കിയാൽ മോശമാണെന്നാണ് അന്നത്തെ ധാരണ. അപ്പം അതുപോലെയാണ് ഇപ്പം ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രമോദ് രാമനും ഇവരും ബിനു വി ജോണൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യും, നാണിച്ചു. പിന്നെ ആകെ ഉള്ളത് ഷാജനാണ്. ഷാജൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എതിരായിട്ട് വാർത്തയും ഉച്ചയ്ക്ക് നന്നായിട്ട് വാർത്തയും പിന്നെ വൈകുന്നേരം എതിരായിട്ട് വാർത്തയും പിന്നെ രാത്രിയാകുമ്പോൾ ബാലൻസിങ് ആണ്. ഇതിന്റെ ഇടയിൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, കുറെ നാളുകൾക്ക് മുമ്പ് ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് വാങ്ങുന്ന സമയത്ത് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടാണ്, അതിൽ അതായത് അസ്വാഭാവികമായിട്ടുള്ള ഒന്നുമില്ല, സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലാണല്ലോ ആ സമയത്തൊക്കെ ന്യായീകരണം വന്നത്. ഇപ്പോ സാറ് പറഞ്ഞ വിഷയം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിൽ അന്വേഷണം വരണം. എന്തുകൊണ്ടായിരിക്കും ഈ മാധ്യമങ്ങൾ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു അവരുടെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മാത്രം, അതായത് പിണറായി വിജയനെ മാത്രം അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയെ മാത്രം നോട്ടം ഇട്ടുകൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഫണ്ട് എത്തുന്നത് എതിർ ആളുകളുടെ കയ്യിൽ നിന്നാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഈ പണം മേടിച്ച ആളുകളിലേക്ക് അന്വേഷണം എത്തണമെന്ന് പറഞ്ഞാൽ അവർക്ക് വാതുറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരിൽ പലരും കറുത്തടയത് 16 കോടി മേടിച്ചതിൽ പങ്കുപറ്റിയവരാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും മാത്രം കൊടുത്തേക്കാണ് 16 കോടി രൂപ. അപ്പം അത് ഒന്നാമത്തത് മേടിച്ചിട്ടുണ്ട്. അപ്പം നാളെ കരിമണൽ കടത്തിന്റെ സ്വഭാവത്തിന് പുള്ളി ഇവരൊന്നുകൂടി ചൂട് പിടിപ്പിച്ചാൽ പുള്ളി മിക്കവാറും നാളെ രാവിലെ പത്രസമ്മേളനം വിളിച്ചിട്ട് പുള്ളി പറയും, ഇവൻ എൻ്റെ ഇത് ഇത്ര മേടിച്ചിട്ടില്ല, നീ എൻ്റെ ഇത് ഇത്ര മേടിച്ചിട്ടില്ല, നിനക്കത് പറയേണ്ട അയോഗ്യത എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് പിണറായി വിജയന് എതിരായിട്ടുള്ള ഒരു അജണ്ടയാണ്. അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോ സംഘപരിവാറും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ അതിന്റെ പുറകിൽ ഫണ്ട് ചെയ്യുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ അടുത്ത ദിവസം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത്തരത്തിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവർ ഇവർക്ക് വലിയ തോതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മനസ്സിലായി? വ്യക്തിപരമായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ താല്പര്യങ്ങളും ബിസിനസ് ഹൗസുകളുടെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സതീശനെ അവർ തൽക്കാലത്തേക്ക് ഉപദ്രവിക്കാത്തത്. അത് കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സതീശനെതിരെ കൂടി ചെറുതായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങും. അത് പക്ഷേ ഏറ്റവും ആദ്യത്തെ നിലപാടെന്ന് പറയുന്നത് CPM തകർക്കുക എന്നുള്ളതാണ്. കാരണം CPM തകർത്താലേ CPM കയ്യിലിരിക്കുന്ന ഈഴവ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇനി നടക്കുന്നത്. ആ ഈഴവ വോട്ട് ബാങ്കുകൾ ആർക്ക് കിട്ടണം? BJPക്ക് കിട്ടണം. BJPക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? CPM ആദ്യം തന്നെ ഇല്ലാതാണ്. UDF ഇല്ലാതായെന്ന് പറഞ്ഞാൽ UDFന് ഇപ്പോൾ പോലും കിട്ടിയേക്കുന്ന ഒരു 10% വോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ 15% വോട്ടുകളായിരിക്കും മാക്സിമം വന്ന ഹിന്ദുക്കളുടെ ഉണ്ടാവുള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷം ആരുടെയാണ്? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന് വന്നേക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തകർത്തിട്ട് ആ വോട്ട് BJPക്ക് കിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്കലി ഉള്ള ലോങ് ടൈം അജണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ നുണയും പച്ച നുണയും ഈ പറയുന്ന പോലെ പഴുത്ത നുണയും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇത് വായിച്ചിട്ട് രോമാഞ്ച കഞ്ചുകമണി. അതാണ് അതിൻ്റെ ആദ്യത്ത്. ഇപ്പം മനോരമ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞാൽ 7 ചോദ്യങ്ങൾ 7 ഉത്തരങ്ങൾ വീണ വിജയൻ കൊടുത്തത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ആ റിപ്പോർട്ട് നമുക്കറിയാൻ പാടില്ല. ഒന്ന്, അങ്ങനെ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അത് SFIയുടെ റിപ്പോർട്ടിൽ അങ്ങനെ മൊഴിയെടുത്തപ്പോൾ വീണ വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സെലക്റ്റീവായിട്ട് 100 ചോദ്യത്തിൽ നിന്ന് 7 ചോദ്യം കട്ട് ചെയ്തെടുത്ത് മനോരമ. അതുമല്ല, കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ ചോർന്നു കിട്ടുക എന്ന് പറയുന്നത് എത്ര
സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് പോലും മാധ്യമപ്രവർത്തകർക്കും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? ചോറിനൊക്കെ കിട്ടും, അതൊക്കെ നമുക്കറിയാഞ്ഞിട്ടാണ്. കാരണം ഇവരെല്ലാവരും മനുഷ്യരാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പല ബന്ധങ്ങളിലൂടെയും ഇവരെന്ത് ചെയ്യും, പല കാര്യമൊക്കെ ചോറിനൊക്കെ കിട്ടും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനോരമക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഭാവന ഉള്ളത് കൊണ്ട് അങ്ങ് എഴുതാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ സത്യസന്ധമായൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളൊന്ന് കോൾമേർ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഉള്ള കാര്യങ്ങൾ, അതായത് ആളുകൾക്ക് എന്ത് വേണം അതനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക. അല്ലാതെ അതിനകത്ത് ഇപ്പം നമ്മുടെ പല യൂട്യൂബ് ചാനലുകളൊക്കെ ഇല്ലേ, അപ്പോൾ അവരൊക്കെ ഒരു സൈഡ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും, യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല. അതായത് ഇന്ന് വീണയെ അറസ്റ്റ് ചെയ്യും, നാളെ രാവിലെ അറസ്റ്റ് ചെയ്യും, മറ്റന്ന് അറസ്റ്റ് ചെയ്യും, ഇന്നലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും കൊടുക്കും. മറ്റേ പിണറായി വിജയനെ ഉടൻ ജയിലിലേക്ക് എന്നൊക്കെ പറഞ്ഞ് 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പുള്ള തമ്മിലൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ റെയ്ഡ് ഉണ്ടായപ്പോൾ ചില യൂട്യൂബ് ചാനലുകൾ, പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ വന്നിട്ട് തമ്പ് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല. ഈ പറയുമ്പോൾ ഉടനെ തന്നെ ആ പിണറായി വിജയനെ ED എന്ത് ചെയ്യുന്നു, നിർത്തിപ്പൊരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇത്ര വലിയ അവനോ അല്ലെങ്കിൽ മറ്റേ വലിയ ബേക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഒരാളെ നിർത്തിപ്പൊരിക്കണ്ടേ? കാരണം പ്രത്യേകിച്ച് ഒരു 5-5 അടി 6 അടി പിന്നെ ഇതൊക്കെ കേട്ടാൽ മതി നമുക്ക്, സത്യമൊന്നും കേൾക്കണമെന്നില്ല. നമ്മളും അങ്ങനെയാണ്, ഇതൊക്കെ വായിച്ച് ഓക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാർത്ത വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പം തന്നെ ഞാൻ എടുക്കുന്ന റിസ്ക് എനിക്കറിയാം. വീണയെ ന്യായീകരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടുത്തെ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ സത്യം ഇതാണ് എന്നുള്ളത് പറഞ്ഞാൽ പ്രശ്നമായി. മറ്റത് മിണ്ടാൻ പാടില്ല. 16 കോടി രൂപ മേടിച്ച് മിണ്ടാൻ പാടില്ല, 180 കോടി രൂപയുടെ കാര്യം മിണ്ടാൻ പാടില്ല, ഒന്നും നമുക്ക് മിണ്ടാൻ അതൊക്കെ വിട്ടേക്കുക. നമുക്ക് ആകെ ഒറ്റ കാര്യമുള്ളൂ, ഈ കേരളത്തിൽ ആകെ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതാകെ വീണ വിജയൻ മാത്രമാണ്. അവരെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചാൽ, അവരെ ഒഴിവാക്കിയാൽ പിന്നെ അഴിമതി ഇല്ല. അപ്പം നമ്മളോട് ചോദിക്കും 178 കോടി രൂപ കൊടുത്തവനാ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മറ്റേ മുക്കിയും പറഞ്ഞതുപോലെ അതൊക്കെ എല്ലാവരും ഒക്കെ എന്ത് ചെയ്യും. അല്ല, വീണയ്ക്കെതിരെ എന്റെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. വീണയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നു, അത് നടക്കേണ്ടതാണെങ്കിൽ അത് നടക്കട്ടെ, അതിന് നടപടി ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ സാറ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഈ 180 കോടി രൂപയുടെയും 16 കോടിയുടെ ഒക്കെ ഒരു കണക്കുണ്ട്. അതിൽ കൂടി നിഷ്പക്ഷമായിട്ട് അന്വേഷണം പോകണ്ടേ? അതിൽ കൂടി അന്വേഷണം പോകാൻ ആർക്കും താല്പര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അന്വേഷണം പോകണ്ട, അതിപ്പോൾ ഏജൻസിയുടെ കാര്യമില്ല, അവരിനി അന്വേഷണം പോകണ്ട. പക്ഷെ എൻ്റെ ചോദ്യം, താങ്കളും ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഈ പറയുന്നത് കേട്ടിട്ടിരിക്കുന്ന നിരവധി ആളുകൾ മാധ്യമ പ്രവർത്തകരാണ്. എൻ്റെ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കണ്ടേ? മനോരമയും ഏഷ്യാനെറ്റും ബാക്കിയുള്ളവർ ചോദിക്കണ്ടേ? ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷെ ഞാൻ പറഞ്ഞ അതും വിട്ടേക്ക്, നിങ്ങൾ ആ 16 കോടി മേടിച്ച മാധ്യമങ്ങൾ ഏതാന്ന് ചോദിക്കണ്ടേ? ഞങ്ങളില്ല എന്ന് പറയും. ഇപ്പൊ റിപ്പോർട്ടർ TV പറയുന്നത് ഞങ്ങളില്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ചോദിക്കണ്ടേ? വാതുറപ്പില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ടല്ല. ഈ പറയുന്ന ഭയങ്കര മാധ്യമങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ജോയ്സ് പാലസിൽ മറ്റേ നമ്മുടെ ജ്വല്ലറിയുടെ ജോയുടെ അവിടെ എന്ത് ചെയ്തു, റെയ്ഡ് വന്നു, മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു? കൈരളി TMTയുടെ അവിടെ റെയ്ഡ് വന്നു, ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു? GSTയുടെ കേസിൽ അറസ്റ്റ് ചെയ്തു, ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു? അപ്പോൾ വാർത്തകൾ വിഴുങ്ങാനുള്ളത് കൂടിയാണ്.